പിന്നെ നമ്മൾ ശർക്കരയും തേങ്ങയും കൂടെ ചിരണ്ടി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് നമ്മൾ ഇതാ ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശർക്കരയും തേങ്ങയും കൂടെ നമ്മൾ ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ലേശം ഒരു തുള്ളി മധുരം ഒരു ബാലൻസ് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി ഉപ്പുനീര് ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നനച്ചെടുക്കാം. നമ്മൾ കല്ലേൽ പരത്തി എടുക്കുകയാണ്. നമ്മൾ ശരിക്കും കല്ലേൽ പരത്തിയൊക്കെ ഉണ്ടാക്കൂലേ ഒറോട്ടി, ആ ഒറോട്ടി മോഡലാണ്. ആ ഒറോട്ടിക്ക് നമ്മൾ വേമ്പൊടിയായിട്ട് ശർക്കര ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് വെള്ളമായി പോകരുത്, നമുക്ക് പരത്തി എടുക്കാൻ പാകത്തിനാണ് ഇത് വെന്ത് കിട്ടേണ്ടത്. ഏകദേശം നമ്മുടെ വിറകടുപ്പിലാണ്. മസാല ഞാൻ ആദ്യമായിട്ടാണ് ഒന്ന് വെച്ച് കൊടുക്കുക. ാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ അടുപ്പ് കത്തിക്കുന്ന അടുപ്പിൽ കനലിൽ ഉള്ള അടുപ്പിൽ തയ്യാറാക്കണ വളരെ ടേസ്റ്റാണ്. ഇപ്പം ഞാൻ ഗ്യാസിലാണ് ഇത് തയ്യാറാക്കിയത്. അപ്പം നമ്മുടെ ഒരു പണ്ടത്തെ ഒരു മീൻ വയ്ക്കുന്ന ചട്ടി, അപ്പം അതിനും ഒരു പൊട്ടൽ അപ്പം ഞാനിങ്ങനെ അട ചുട്ടെടുക്കാനായിട്ട് അതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് മുരിഞ്ഞ് വന്ന് എല്ലായിടും നല്ല സൂപ്പറായിട്ടുണ്ട് ഓട്ടട. ഓക്കേ, ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഓട്ടട റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓട്ടട. നമുക്ക് ഇലയൊക്കെ മാറ്റാം. വാഴയിലയുടെ ടേസ്റ്റും മധുരവും ശർക്കരയും എല്ലാം പിടിച്ച ഓട്ടട റെഡിയായി. നമുക്ക് ഓട്ടടയും ചായയും കഴിച്ചാലോ കൂട്ടുകാരെ? ഹായ്, നമ്മുടെ ഓട്ടട